ഞാൻ അനുരഞ്ജി സൈക്കാട്രി കൗൺസിലർ. നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഡിവോഴ്സുകളുടെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഫാമിലി ഇൻവോൾവ്മെന്റ് ആണ്. ഒരു ബന്ധമായിട്ടുള്ള തകരാറുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഫാമിലീസിന്റെ ഇൻവോൾവ്മെന്റ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇപ്പോൾ ഫാമിലി ഇപ്പൊ അതിനൊരു ഇത് അറിയാം. കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദർ വിളിച്ചിരുന്നു രാവിലെ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ വൈഫ് വീട്ടിൽ നിന്ന് പിണങ്ങി പോവുകയും അതുപോലെ തന്നെ പിണങ്ങി പോകുക മാത്രമല്ല, പോയതിനു ശേഷം വീട്ടിൽ പോയതിനു ശേഷം അവളുടെ അച്ഛനും കൂടെ പോയി ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തു എന്നും പറഞ്ഞു. അപ്പൊ ഇതെന്താ വെച്ചാൽ ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം 7 വർഷമായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പേരൻസിന്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ചെറിയ കാര്യങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം മുതൽ നോക്കി കഴിഞ്ഞാൽ ഒരു 5ഓ 6ഓ പ്രാവശ്യം വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുക, അല്ലെ അച്ഛൻ വിളിക്കുക, മാറി മാറി വിളിക്കും, പിന്നെ ബ്രദർ വിളിക്കും. ഇപ്പൊ പറയും ചെറിയ ചെറിയ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് അതുപോലും വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് പ്രശ്നങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ ഇവളുടെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനോ ഒന്നും അവരെ അനുവദിച്ചിരുന്നില്ല. അപ്പൊ അതാണ് ആ ഒരു ഡിവോഴ്സിനുള്ള പ്രധാന കാരണം. പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്കൊക്കെ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ കാണുള്ളൂ. കൂടുതൽ തായോലിച്ചും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചാണ് നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം, കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ നമ്മളുടെ കുട്ടി അവിടെ ഭയങ്കര സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു സംതൃപ്തമായിട്ടുള്ളൊരു കുടുംബ ജീവിതവും കൂടെ നയിക്കണം, അല്ലേ? അതിന് പേരൻസിന് നല്ല പങ്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂന്നാമതിലൊരാളിലേക്ക് പോവാതെ ബെഡ്റൂമിൽ തന്നെ പരിഹരിക്കപ്പെടാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫാമിലി എങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഇടയിൽ തന്നെ പരിഹരിക്കപ്പെടണം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമായി നമ്മളുടെ മനസ്സിൽ നമ്മൾ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെയാണ്, ഇനി ഇവളായിരിക്കണം എൻ്റെ കാര്യങ്ങൾ കൂടുതൽ മാനേജ് ചെയ്യേണ്ട എന്നൊരു ചിന്ത ആദ്യം വരുത്തണം. എന്ന് പറഞ്ഞ് പേരൻസിനെ തഴയുക എന്നല്ല, പേരൻസിനോട് അല്ലെങ്കിൽ പേരൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളിൽ മാത്രം പേരൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കുടുംബത്തിൽ തന്നെ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റൂമിൽ തന്നെ പരസ്പരം ബഹുമാനത്തോടു കൂടി ക്ഷമയോടുകൂടിയും ശ്രമിക്കാനായിട്ട് ശ്രമിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ മൂന്നാമതൊരാളെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് പരിഹരിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ സ്വകാര്യ നിമിഷങ്ങളിൽ വേണം അത് പങ്കുവെക്കുന്ന സമയത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ട്ണറുടെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം പെരുമാറാനായിട്ട്. ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് പറയുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ടേ നമുക്ക് വരുള്ളൂ. കുറച്ച് ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് പറയുക. അതുപോലെ തന്നെ പരസ്പരം അത് കേട്ട് കഴിയുമ്പോൾ പാർട്ട്ണറുടെ ഫീലിങ്സും കൂടെ മനസ്സിലാക്കി തിരിച്ച് മറുപടി പറയാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ ഇപ്പോൾ ഒട്ടും പൈസ ഇല്ലാത്ത സമയത്താണ് ഒരു കാര്യം വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പിടിച്ച അടുത്തിരുത്തി വളരെ സമാധാനത്തോടുകൂടി ഇപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചു തരാം, ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് കുറച്ച് കാശ് കുറവാണ്, ശമ്പളം കിട്ടിയിട്ട് നമുക്കത് ഒരുമിച്ച് വാങ്ങിക്കാൻ പോവാം എന്ന് പറയാം. ഇനി അത് വാങ്ങിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നേരെ എന്ന് അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇന്നലെ പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്ന് വീട്ടിൽ വിളിച്ച് പറയാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അപ്പോൾ പകുതി പ്രശ്നങ്ങൾ തീരും. അപ്പൊ നിങ്ങളെ കൊണ്ട് ഇത് തരണം ചെയ്ത് പോകാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം പേരൻസിനെ ഇൻവോൾവ് ചെയ്യിക്കുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം 10 മിനിറ്റ് കൂടുമ്പോൾ വീട്ടിൽ വിളിക്കുക, അല്ലെങ്കിൽ അമ്മയോട് സംസാരിച്ചില്ലേ പറ്റില്ല, അവരുടെ കാര്യങ്ങൾ അമ്മ മനസ്സിലാക്കിയിരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് അകന്നു പോകുകയുള്ളൂ. 2 കുടുംബക്കാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, 2 പശ്ചാത്തലങ്ങളിൽ 2 വ്യത്യസ്തമായ കുടുംബത്തിൽ ജീവിച്ചവരാണ് ഒന്നിക്കുന്നത്. അപ്പോൾ ശീലങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ ശീലങ്ങൾ വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ട് അത് ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും, പ്രോപ്പർ ആകാൻ, അല്ലെങ്കിൽ ഒരു ട്രാക്കിലേക്ക് വരാൻ ആ ഒരു സമയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുക. അല്ലാതെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ വീട്ടുകാരെ ഏർപ്പെടുത്തിയോ ഒന്നും സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ ക്ഷമ. തെറ്റ് പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? അപ്പോൾ തെറ്റ് സംഭവിക്കുന്നതിനെ വളരെ സമാധാനത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റ്, ഇതിപ്പോൾ ദേഷ്യമാണെങ്കിലും നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ഷമ ചോദിക്കാനായിട്ട്
ശ്രമിക്കുക. ക്ഷമ ചോദിച്ചുകൊണ്ട് യാതൊരു കുറവോടും ഉണ്ടാകുന്നില്ല. വീട്ടുകാരെ ഇൻവോൾവ് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ മാത്രം വീട്ടുകാരെ ഇൻവോൾവ് ചെയ്യിക്കുക. കഴിവതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുറത്തുള്ള ഒരാളുടെ സഹായം തേടുന്നത് കൊണ്ടും യാതൊരു കുഴപ്പവും ഇല്ല. തേർഡ് പാർട്ടി ആകുമ്പോൾ രണ്ടുപേരുടെ സൈഡ് നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, വീട്ടുകാരെ ഇൻവോൾവ് ചെയ്യിക്കുന്നതിനും പകരം നിങ്ങൾ പ്രൊഫഷണൽ ആരുടെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല, രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട്, ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുശീലങ്ങളായിരിക്കാം പാർട്ട്ണറുടെ, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കുട്ടികളുടെ പ്രശ്നങ്ങളായിരിക്കാം. ഇതൊക്കെ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആരുടെയെങ്കിലും സഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. അതിനുശേഷം മാത്രം കുടുംബക്കാരെ ഇൻവോൾവ് ചെയ്യുക, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ മാത്രം. അല്ലെങ്കിൽ ആ റൂം വിട്ട് പുറത്ത് പോകാതെ നിങ്ങളുടെ റൂമിൽ തന്നെ അത് പരിഹരിക്കാനായിട്ട് ഉള്ള സമയവും ക്ഷമയും നിങ്ങൾ കാണിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പറയും, നമ്മൾ ഗുഡ് ലൈഫ് കൗൺസിലിംഗ് സെന്റർ പുതിയ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കപ്പിൾ റിലേഷൻഷിപ്പ് സ്ട്രെങ്തനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതില് കുടുംബപരമായിട്ട് ആ കോഴ്സിലെ എല്ലാ ഇതും നമ്മൾ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. കുടുംബപരമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം, ഇമോഷണൽ പ്രോബ്ലംസ് എങ്ങനെ ഡീൽ ചെയ്യാം, അതുപോലെ തന്നെ മ്യൂച്വൽ ട്രസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഫാമിലിയിലെ വലിയ വലിയ ഇഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഗുഡ് ലൈഫ് കൗൺസിലിംഗ് സെന്ററിലേക്ക് വിളിക്കാം. ഇതിനോടൊപ്പം നമ്പർ വെക്കുന്നുണ്ട്. അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.